ജലജയാണെങ്കിലും ദേവയാനീനോട് ചോദിക്കുകയാണ്, ഏട്ടത്തിക്ക് ആ ചന്തു എന്ന് പറയുന്നവളെ ഇപ്പോൾ കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടി നല്ല സ്മാർട്ടായിട്ടുള്ളൊരു മോളാണ്, അതിനെ പിരിഞ്ഞിരിക്കാനൊന്നും ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ആ കുട്ടീനെ അങ്ങനെ സ്നേഹിക്കൊന്നും വേണ്ട, അതിൻ്റെ അവകാശികൾ വന്ന് അതിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടത്തിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാൻ കേട്ടോ. ആ കുട്ടീനോട് അധികം സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന് അവകാശികളൊന്നും ഇല്ല എന്നാണല്ലോ അച്ഛൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ അങ്ങനെ പലതും പറയും, മുന്നും പിന്നും നോക്കാതെയല്ലേ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അബി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അബിയുടെ കയ്യിൽ കുറേ കവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതെ, ഞാൻ എൻ്റെ അമ്മായിമാർക്കും അമ്മയ്ക്കൊക്കെ ഓരോ സാരി വാങ്ങിച്ചതാണെന്ന് പറയും. അപ്പോൾ അതൊക്കെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനിക്കൊരു സംശയമാണ് കേട്ടോ, നിനക്ക് നേരത്തെ ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അവൻ ഇപ്പോൾ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നല്ല അച്ഛനും ഭർത്താവും ഒക്കെ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഞാൻ നവ്യയ്ക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി, അതിൻ്റെ കൂട്ടത്തിൽ അമ്മായിമാരുടെ അമ്മയുടെയൊക്കെ കാര്യം ഓർത്തപ്പോൾ വാങ്ങിയതാണെന്ന് പറയും. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഏതായാലും നീ ഞങ്ങളുടെ മുഖമൊക്കെ ഓർക്കാൻ തുടങ്ങിയല്ലോ, നേരത്തെ ആദർശിനും എനിക്കായിരുന്നു ഇങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പം നല്ലവരായി നടക്കുന്നവരുടെ സ്വഭാവമൊക്കെ ആയിരിക്കും ഇപ്പം മോശമായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ദേവയാനി ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞേന്ന്. അല്ല, അനിയാണെങ്കിലും ഒരു പെൺകുട്ടീനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അവളായിട്ടൊന്ന് പുറത്തു പോകാനോ അവളെ ഒന്ന് സ്നേഹിക്കാനൊന്നും കൂട്ടാക്കുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അനിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ആദർശിനെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞതെന്ന് പറയട്ടോ. അല്ല, ഈ നല്ലവരായിട്ട് നടക്കുന്നവരുടെ ഉള്ളിൽ ചിലപ്പോൾ വലിയൊരു കടൽ കാണും, അതിൻ്റെ ഉള്ളിൽ ആഴവും ചുഴിയൊക്കെ കാണും, അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, എന്തായാലും വൈകാതെ നിങ്ങൾക്കത് തിരിച്ചറിയുമെന്ന് പറയണ്ട. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നതെന്ന്. പിന്നീട് അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വാങ്ങിച്ച സാരിയാണ്, എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് നോക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അബി അവിടെ നിന്ന് പോകുമ്പോൾ ദേവയാനിക്ക് വീണ്ടും സംശയമാണ് കേട്ടോ, ഇവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനൊരു നല്ല കാര്യം ചെയ്താലും അവനെ സംശയത്തോടു കൂടിയല്ലേ ഇങ്ങനെ നോക്കുള്ളൂ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അവൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ഇടയ്ക്ക് നീയും അവനൊക്കെ നിറം മാറാറുണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്ന് അവൻ തെളിയിക്കട്ടെ എന്ന് ദേവയാനി പറയാണ്. അപ്പോൾ ഞാനിതൊക്കെ മാറ്റി പറഞ്ഞോളാം എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അബീനെ കാണുന്ന സമയത്ത് ചന്തുമോളാണെങ്കിലും ചെറിയച്ച എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ അബിക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല. ആരാടി നിൻ്റെ ചെറിയച്ചൻ, നീ എന്നെ അങ്കിളെ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിനോട് ദേഷ്യപ്പെടുമ്പോൾ ജലജയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജലജേനോടും അബി കാര്യം പറയും കേട്ടോ, ഇവളെന്നെ ചെറിയച്ചാന്ന് വിളിച്ചു. അപ്പോൾ ജലജി ഇങ്ങനെ മോളോട് ദേഷ്യപ്പെടുകയാണ്, ആരാടി നിൻ്റെ ചെറിയച്ചൻ, അപ്പോൾ ആദർശാണോ നിൻ്റെ അച്ഛൻ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നയന അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് കാണുന്നില്ല. പിന്നീട് നയന മോളുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. ഓ, നിന്നെ അമ്മയായിട്ട് ഏറ്റെടുത്ത ഒരുത്തി ഉണ്ടല്ലോ, എന്ന് അവളെ അങ്ങ് അമ്മയെന്നൊക്കെ വിളിച്ചാൽ മതി, അതുപോലെ ആദർശിനെ അച്ഛന്ന് വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇവനെ ചെറിയച്ച വലിയച്ഛനൊന്നും വിളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും മോളോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, ഇങ്ങനെ അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അപ്പച്ചീനെ ഇങ്ങോട്ട് ഏറ്റെടുത്ത സമയത്ത് അപ്പച്ചീനോട് ഇങ്ങനെ ആരെങ്കിലും പെരുമാറിയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നയന. ഇനിയിപ്പോൾ അതിൽ പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ട, എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെങ്കിൽ എനിക്ക് രാജയോഗമായിരുന്നു, അതുപോലെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല, അത് വെച്ച് നീ ഇതാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ നയനയോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ജലജ. പിന്നീട് മോളോട് പറയുന്നുണ്ടായിരുന്നു, നിന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് മാത്രം നീ പോയാൽ മതി, ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അപ്പോൾ ചന്തുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു നയന, മോൾ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, മോൾക്ക് ഇവിടെ ഒരു കുറവും വരില്ല എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിലൊരു ഉമ്മയ്ക്ക് കൊടുത്ത് മോളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ നയന ചന്തുമോളെ എടുത്തുകൊണ്ട്, മോൾ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മോളെ ആരാ ഇരിക്കുന്നത് നോക്കിക്കേ, മോളുടെ അച്ഛനല്ലേ എന്ന് പറയുമ്പോൾ ആദർശ് അങ്ങ് നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ചെറിയച്ചാന്ന് അബീനെ വിളിച്ചതിന് ഇപ്പോൾ മോൾക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് അവർ രണ്ടുപേരും കൂടെ. ഇനിയിപ്പോൾ ആദർശേട്ടനും കൂടി ഈ കുട്ടീനെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ആദർശിനെ അച്ഛാന്ന് വിളിക്കുന്നൊന്നും അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്നെ അങ്കിളെ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ തന്നെ വിളിച്ചാൽ മതി, ഇനിയിപ്പോൾ അബീനെ ചെറിയച്ചാന്നൊന്നും വിളിക്കാൻ പോകണ്ട, ഇനിയിപ്പോൾ ചെറിയച്ഛൻ അച്ഛനാണെങ്കിലോ എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നീട് മോളോട് പോയിട്ട് കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയന ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ആ മോൾക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് അതിനിങ്ങനെ ഉള്ളിലൊരു പേടി കാണും, ഇവിടുന്ന് പോവേണ്ടി വരുമോ എന്നുള്ളതൊക്കെ, അതുകൊണ്ട് ആദർശേട്ടനും കൂടെ അതിനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയുകയാണ്.
ആദർശം പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇങ്ങനെ ഒന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു, ഇതിപ്പോൾ 5 വയസ്സായിട്ടുണ്ട്, മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നൈനിയും പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോൾക്കെല്ലാം അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ മോളോട് ഒരുപാട് തവണ ചോദിച്ചു മോളുടെ അമ്മ എങ്ങാനും മോളുടെ അച്ഛൻ്റെ പേര് ഒരിക്കലെങ്കിലും മോളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന്. അപ്പോൾ മോൾ പറഞ്ഞത് ഇല്ല എന്നാണ്. പിന്നെ ആദർശേട്ടൻ്റെ ഫോട്ടോ കൂടെ മോളുടെ വീട്ടിൽ കണ്ടപ്പോൾ മോളങ്ങ് ഉറപ്പിച്ചു ആദർശേട്ടൻ തന്നെയാണ് അവളുടെ അച്ഛൻ എന്നുള്ളത്. എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതെൻ്റെ കാലക്കേട് കൊണ്ടാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ നൈന പറയുകയാണ് അത് ഒരിക്കലുമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മോളെ നമുക്ക് ഇവിടെ ഇങ്ങനെ വളർത്തി വലുതാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിലും ചന്തമോള് ആ കുട്ടിയുടെ ചേച്ചി ആയിക്കോട്ടെ, ഇവിടെ വളർന്നോട്ടെ എന്നൊക്കെ തന്നെയാണ് കേട്ടോ നൈന പറയുന്നത്. പിന്നീട് ഇനിയിപ്പോൾ ഞാനങ്ങ് ചെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഇനിയും മോളെ വിഷമിപ്പിക്കുന്നുണ്ടാവും ആളുകളെ എന്ന് പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആദർശാണെങ്കിൽ ഒരു വിഷമത്തോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അബിയാണെങ്കിൽ ഏതൊരു പെൺകുട്ടിയുടെ കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനോട് പറയുന്നുണ്ടായിരുന്നു അവളുടെ പ്രസവത്തിന് സമയത്തൊക്കെ ഞാൻ ഒരുപാട് അവളെ കെയർ ചെയ്തു, അവൾ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു, അതുകൊണ്ട് അവളെ എന്നെ സംശയിക്കുകയൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നവ്യാണെങ്കിലും വിളിക്കുന്നുണ്ട്, അപ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ, കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ കൂടെയുള്ള ആ കുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാണ് കട്ട് ചെയ്തതെന്ന്. ഇപ്പോൾ അവളെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ വലിയ ശല്യമാണ്, ഏത് സമയവും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാണ്. പിന്നീട് അബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ ഇങ്ങനെ മാരേജൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ ദുബായിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമോ എന്നൊക്കെ അബി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അബി പറയും അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അബി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് ചിലപ്പോൾ 2-3 ബ്രാഞ്ചൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ ഞാൻ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആക്കാം നിന്നെ, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ ഓഫർ തരാമെന്ന് പറഞ്ഞാൽ പോരാ, തരണം എന്ന് പറയും. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ തരാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വാക്ക് പാലിക്കാത്ത ഒരാളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നൊക്കെ അബിനോട് ആ കുട്ടി പറയുന്നുണ്ട് കേട്ടോ. ഇത് അതുപോലെയൊന്നല്ല, ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നൈനിയാണെങ്കിലും അനിക്ക് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അനീനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, 2-3 ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ ജോലിഭാരം കൂടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല മാനേജർമാരെ ഏട്ടൻ വെച്ചതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ ഇനി ജോലിയൊക്കെ ഒന്ന് പഠിച്ച് വരണം അത്രയേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏട്ടൻ്റെ പ്രഷറും ഇതൊക്കെ കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ തോന്നിയോ എനിക്കെന്ന് ഇങ്ങനെ നൈനയും ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ തോന്നിയെന്ന് പറയുമ്പോൾ ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ എന്നോട് തുറന്ന് സംസാരിച്ചപ്പോൾ അതൊക്കെ അങ്ങ് മാറി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആദർശേട്ടനുണ്ടായിരുന്നു, എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അനി. അതൊക്കെ അനി അറിയേണ്ട സമയത്ത് അറിഞ്ഞോളും, ഇപ്പോൾ എന്തായാലും അതൊന്നും പറയുന്നില്ല എന്നാണ് കേട്ടോ നൈന പറയുന്നത്. പലതും നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കൂട്ടി വയ്ക്കും, അതിൻ്റെ പ്രശ്നങ്ങളാണ്. നമ്മൾ ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും എന്ന് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ ഏട്ടനോട് നന്ദും ഞാനുമായിട്ടുള്ള അടുപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഏട്ടത്തിക്ക് അറിയാമായിരുന്നല്ലോ കല്യാണത്തിന് മുന്നേ തന്നെ, എന്നിട്ട് എന്താ അതൊന്നും സോൾവ് ആവാനിങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ സോൾവായി, അതുകൊണ്ടാണല്ലോ നന്ദു ഇങ്ങോട്ട് വരാതിരുന്നതും ഇപ്പോൾ അനിയുടെ കല്യാണം നടന്നതും, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും പ്രേമിച്ച് നടന്നതിന് അനിയുടെ കല്യാണം നടക്കാനും പോകുന്നില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴും എനിക്കിങ്ങനെ അനാമികനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഒന്ന് ഒഴിവാക്കി താ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ, അവളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയും എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നില്ല, അമ്മയ്ക്ക് മരുമകളില്ലാതെ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും അനാമികയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് പോവാണ്. പിന്നീട് ചന്തുമോളാണെങ്കിലും അനാമികയുടെ റൂമിൽ കയറി പൊട്ടെന്തോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്ന അനാമിക മോളെ അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അനി അത് കണ്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ അനിയും അനാമികനോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനാ മോളെ അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റൂമിൽ കയറിയിട്ട് ഇങ്ങനെ അവൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്താൽ ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും പെരുമാറുക, ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നവരെ ഒന്നും സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം അനിയും നന്നായിട്ട് അനാമികനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം നിനക്ക് പിന്നെ ആരെയും സ്നേഹിക്കാൻ പറ്റുക, ഇങ്ങനെ കള്ളും കഞ്ചാവുമായിട്ട് നടക്കുന്ന ഓരോരുത്തരുടെ കൂടെ പറ്റിച്ചേർന്നും ഒക്കെ ഇങ്ങനെ നീ നിൽക്കാറുണ്ടല്ലോ, അതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക അനിയനോട് പറയുന്നുണ്ടായിരുന്നു അനി സംസാരം വേറെ ലെവലിലേക്ക് പോകാൻ നിൽക്കണ്ട, നിൻ്റെ മുത്തച്ഛനോട് പറഞ്ഞേക്ക് അനന്തപുരിയിലെ തമ്പുരാനാണെന്നും ഞാൻ നോക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അനി പറയുന്നുണ്ടായിരുന്നു മുത്തച്ഛൻ ഇങ്ങനെ വാത്സല്യത്തോടു കൂടി കൂട്ടിക്കൊണ്ടുവന്ന കുട്ടീനെയാണ് നീ അടിച്ചതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിൻ്റെ മുത്തച്ഛനോട് പറഞ്ഞേക്ക് ഇവളെ എൻ്റെ റൂമിലേക്ക് വിടണ്ട എന്നുള്ളത്, ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുക, അനി ഇവളെ വിളിച്ചുകൊണ്ട് പോ, എനിക്ക് ഇവളെ ഇങ്ങനെ കുറേ സമയം കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയും. പിന്നീട് എന്തായാലും അതുപോലെ തന്നെ അനിയാണെങ്കിലും കുട്ടീനെ വിളിച്ചുകൊണ്ട് താഴേക്ക് അങ്ങ് പോരുന്നുണ്ടായിരുന്നേ, മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അവളൊരു തുഷ്ടിയാണ്, മോൾ ഇനി അങ്ങോട്ട് പോകണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നയന കയറി വരുമ്പോൾ ചന്തുമോൾ കരയുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അനി നയനയോടും കാര്യം പറയാണ്, ഇവിടെ ഒരു രാക്ഷസി ഉണ്ടല്ലോ ഞങ്ങളുടെ മുറിയിൽ കയറി അവളെന്ന് മോളെന്തോ എടുത്തു എന്ന് പറഞ്ഞിട്ട് മോളെ അടിക്കുകയും വഴക്കു പറയുകയൊക്കെ ചെയ്തു, ഇങ്ങനെ കുട്ടികളെ പോലും സ്നേഹിക്കാത്ത ഒരുത്തിയാണ് അവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ, മടുത്തു, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിത്താന്ന് പറഞ്ഞിട്ട് അനി മോളെയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പം നയനയ്ക്കാണെങ്കിലും ആകെ ടെൻഷനാണ്.
പിന്നീട് നയനിയാണെങ്കിൽ നേരെ അനാമികയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് മോളെ എന്തിനാ അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എൻ്റെ മുറിയിൽ കയറി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെയായിരിക്കും പെരുമാറുക, ചിലപ്പോൾ അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ മുറിയിൽ മൊത്തം ആവശ്യമില്ലാത്ത സാധനങ്ങളാണോ എന്ന് നയനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയും അവൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് എൻ്റെ മുറിയിൽ കയറി എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ, ഇനി എങ്ങാനും മോളെ വേദനിപ്പിക്കുകയോ വഴക്ക് പറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാരണത്തും ഞാൻ അടിക്കുന്നു അതിനെ പറയൂ കേട്ടോ. അപ്പോൾ അനാമിക തിരിച്ചും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു അടിക്കുമെന്ന് പറയും. അപ്പോൾ നേരത്തെ ഞാനും ചേച്ചി നിൻ്റെ കാരണത്ത് അടിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് അന്ന് എന്താ നീ തിരിച്ചടിക്കാതിരുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് പാലിൽ വിഷം ചേർത്ത കാര്യം ഞാനിവിടെ എല്ലാവരോടും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് നിനക്കറിയാലോ, പിന്നെ അനിയും അതുപോലെ തന്നെ നീയും ആയിട്ടുള്ള ബന്ധം ഞാനായിട്ട് ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനെല്ലാം ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, പിന്നെ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അത് മറച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാൽ പിന്നെ ഞാനിപ്പോൾ തന്നെ എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞ് നയനങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് അനാമികയ്ക്കാണെങ്കിലും ചെറിയൊരു ടെൻഷൻ കേട്ടോ, ഇനിയിപ്പോൾ നയനെങ്ങാനും അത് എല്ലാവരോടും ചെന്ന് പറയുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമിക പറയുകയാണ് നിങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ വെറുതെ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ, നയനിയാണെങ്കിലും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ അനാമികേനെ നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.